2035 ഇന്ത്യയുടെ ബഹിരാകാശ നിലയം യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. ബഹിരാകാശ നിലയത്തിൻ്റെ ആദ്യഘട്ടം 2028 വിക്ഷേപിക്കും. ആദ്യഘട്ടത്തിൽ തന്നെ മനുഷ്യരെ അവിടെ എത്തിക്കാനുള്ള നീക്കമാണ് ISRO നടത്തുന്നത്. എന്താണ് ഒരു ബഹിരാകാശ നിലയം? ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് അവിടെ ബഹിരാകാശ നിലയങ്ങളുള്ളത്? അതിനിടയിൽ ഒരു വാർത്ത വരുന്നുണ്ട്. കോട്ടയം രാമപുരത്തെ വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റിന് തീപിടിച്ചു. പുലർച്ചെ ഉണ്ടായ തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. ഫാക്ടറി പൂർണ്ണമായി കത്തിനശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. രാമപുരം ടേസ്റ്റ് വെളിച്ചെണ്ണ ഫാക്ടറി യൂണിറ്റിനാണ് തീപിടിച്ചത്. ഇനി വാർത്തയിലേക്ക്. ഭൂമിയെ ചുറ്റുന്ന വാസയോഗ്യമായ കൃത്രിമ ഉപഗ്രഹങ്ങളാണ് ബഹിരാകാശ നിലയങ്ങൾ. അത് ഒരു മൈക്രോഗ്രാവിറ്റി ബഹിരാകാശ പരിസ്ഥിതി ഗവേഷണ പരീക്ഷണശാലയാണ്. ആസ്ട്രോബയോളജി, ആസ്ട്രോണമി, കാലാവസ്ഥാശാസ്ത്രം, ഭൗതികശാസ്ത്രം തുടങ്ങിയ മേഖലകളിലുള്ള ഗവേഷണങ്ങളാണ് അവിടെ നടക്കുന്നത്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും ചൈനയുടെ ടിയാൻഗോങ് ബഹിരാകാശ നിലയവുമാണ് നിലവിൽ പ്രവർത്തിച്ചുവരുന്ന 2 ബഹിരാകാശ നിലയങ്ങൾ. അമേരിക്ക, റഷ്യ, യൂറോപ്പ്, ജപ്പാൻ, കാനഡ തുടങ്ങിയ ഇടങ്ങളിലെ 5 സ്പേസ് ഏജൻസികളുടെയും 15 രാജ്യങ്ങളുടെയും സഹകരണ പദ്ധതിയാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. 2000 നവംബർ മുതൽ ഇതുവരെയും ഈ ബഹിരാകാശ നിലയത്തിൽ തുടർച്ചയായി ആൾവാസമുണ്ട്. ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷനാണ് ടിയാൻഗോങ് സ്പേസ് സ്റ്റേഷനെ പ്രവർത്തിപ്പിക്കുന്നത്. ISSൽ 7 പേരെ ഒരേ സമയം താമസിപ്പിക്കാനാകുമെങ്കിലും ചൈനീസ് ബഹിരാകാശ നിലയത്തിന് 3 പേരെ മാത്രമേ ഉൾക്കൊള്ളാനാകൂ. ഈ 2 ബഹിരാകാശ നിലയങ്ങൾക്കു മുമ്പ് മറ്റു ബഹിരാകാശ നിലയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോവിയറ്റ് യൂണിയന്റെ മിർ, നാസയുടെ സ്കൈലാബ്, സോവിയറ്റ് യൂണിയന്റെ സല്യൂട്ട് എന്നിവയാണവ. ISSൽ നിന്ന് അടുത്ത വർഷം റഷ്യ പിന്മാറുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 2030 ISS പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്യും. 2028 ഇന്ത്യയുടെ ബഹിരാകാശ നിലയത്തിന്റെ ആദ്യഘട്ടം വിക്ഷേപിക്കും. ആ സമയം മുതൽ തന്നെ മനുഷ്യരെ അവിടെ എത്തിക്കാനാകും. 2035 ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. റിസർച്ച് ഡെസ്ക് 24.